Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ്. നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ വളരെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആണ് ഇത്. ഇതിൽ നമ്മൾ പാലും മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുക. ഇതെനിക്ക് കുറച്ച് സമയമെടുത്തു. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ തൈരിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബൗളിലെ അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നത് അതിൽ കട്ടയൊന്നും ഇല്ലാതെ പൊടികളെല്ലാം നന്നായി മിക്സ് ആയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വീണ്ടും കുറേശ്ശെ ഇട്ടിട്ടൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 പ്രാവശ്യമൊക്കെ അരിച്ചിടുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറേശ്ശെ മാത്രമേ നമ്മൾ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാറ്റർ ഇതുപോലെ പൊടികൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളത്തിന് പകരം ഇപ്പോൾ ഞാൻ പാല് ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പാല് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം 4 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഏത് ട്രേയിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഒരു കടായിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ആ സ്റ്റാൻഡിന് മീതിയാണ് കേക്ക് ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അടപ്പിനെ മൂടിക്ക് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു കത്തി വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. അങ്ങനെ സൈഡ് വിടിയിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കേക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ മെൽറ്റായി പോകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ക്രീം തേച്ച് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയറായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം അത്യാവശ്യം മധുരം നമ്മൾ കേക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറി വേണം ഇതിന് നടുവിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായി ചെറി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ അടുത്ത കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ കോട്ട് ചെയ്തു. അതിനുശേഷം സൈഡ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ക്രീം വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് ക്രീം ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പൂവിൻ്റെ നോസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പൂക്കൾ ചുറ്റും വരച്ചു കൊടുത്തു. പിന്നെ താഴെ ഒരു ലെയർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ
കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നിടവിട്ടിട്ടുള്ള പൂക്കളുടെ മീതെ ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചെറിയ വെച്ചിട്ട് അല്ലേ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇട്ടാൽ, അപ്പോൾ അതുപോലെ ഞാൻ ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ഭംഗിക്ക് വേണ്ടി വീണ്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.